ഹായ് ഫ്രണ്ട്സ്. ഞങ്ങൾ മൂകാംബികയൊക്കെ പോയ വിശേഷമൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നതിൻ്റെ അന്ന് വൈകുന്നേരത്ത് അതായത് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും എൻ്റെ വീട്ടിലേക്ക് പോയി, കുടുംബ വീട്ടിലേക്ക് ഒന്ന് പോയി. അവിടെ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും നമ്മുടെ വടക്കേലെ വല്യമ്മച്ചി വീട്ടിലേക്ക് വന്നു. വീട്ടിലോട്ട് വന്നിട്ട് ഹായ്, ഞാൻ പറഞ്ഞ വല്യമ്മച്ചി ഞാൻ വീഡിയോ പിടിക്കുകയാണ്, യൂട്യൂബിനകത്ത് വരാൻ വേണ്ടിയിട്ട് വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ വല്യമ്മച്ചി. ഭയങ്കര സന്തോഷമായിട്ടാണ് ഹായ് പറയുന്നത്. അപ്പം പറഞ്ഞു വല്യമ്മച്ചി പറഞ്ഞു, ഡി ഒരുപാട് ചക്ക നിൽക്കുന്നു, ഈ വർഷം ചക്ക കഴിച്ചില്ല, നിങ്ങൾ ചക്ക അടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം കാട് കയറി കിടക്കുമായിരുന്നു, വൃത്തിയാക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് കാട് കയറി ഞാനും ചേട്ടനും കൂടി അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഏണി എടുത്തുകൊണ്ട് വെച്ച് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള നിന്ന ചക്കകളെല്ലാം ഞങ്ങൾ അടത്തിയിട്ട് എന്നിട്ട് അങ്ങ് ഉയരത്തിൽ നല്ല വിളവായിട്ട് നിൽക്കുന്ന ചക്കയുണ്ടായിരുന്നു. ഇതിനകത്ത് വിളയാത്ത ചക്കയുണ്ട്, നല്ല വിളഞ്ഞ ചക്കയുണ്ടായിരുന്നു. ഏതായാലും ഇനി നമ്മൾ എപ്പോഴെങ്കിലും വരുമ്പോഴല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം കൂടി അടത്തിട്ടു. വല്യമ്മച്ചിക്ക് 2 കൊടുത്തു കേട്ടോ. അവിടെ കല്യാണമാണ്, വല്യമ്മച്ചിയുടെ കൊച്ചുമകളുടെ കല്യാണമാണ് മെയ് 31-ാം തീയതി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വല്യമ്മച്ചിക്ക് കുറച്ച് മുരിങ്ങയ്ക്കായും കൂടി കൊണ്ടുവന്നിട്ട് കുറച്ച് മുരിങ്ങയ്ക്കായും കൊടുത്തു. ഇവിടുന്ന് കുറച്ച് മുരിങ്ങയ്ക്ക കൊണ്ടുപോയായിരുന്നേ. അപ്പം വല്യമ്മച്ചിക്ക് കുറച്ച് മുരിങ്ങയ്ക്കായും 2 ചക്കയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ആ കാട്ടിൽ കൂടെ അമ്മയും ഞാനും ചേട്ടനും കൂടി അതിത്രയും ചുമന്ന് ഒരു ചക്ക ഒരു 10 കിലോ 15 കിലോ എങ്കിലും കാണും ഒരു ചക്ക. അത്രയ്ക്ക് മുട്ട ചക്കയായിരുന്നു. അതിത്രയും ഞങ്ങൾ ചുമന്ന് പുറത്ത് കൊണ്ടുവന്ന് വെച്ച് കാറിന് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ കാറിൽ കറ വീഴാതെ എല്ലാം ചേട്ടൻ ഓരോന്നോരോന്ന് അതിൻ്റെ വഴിയാമണ്ണോ അതൊക്കെ എടുത്ത് വെച്ച് കാറിനകത്ത് വീണ് കഴിഞ്ഞാൽ അത് പിന്നെ പോകത്തില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ കറക്റ്റായിട്ടൊക്കെ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചു കേട്ടോ. ഒരു ചക്ക നല്ല നീളത്തിലാണ് ഈ ചക്ക കേട്ടോ. അത് എടുത്ത് പൊക്കുന്ന പാട് അവരവർക്കറിയാം. ഞങ്ങൾ അവിടുന്ന് എത്രയും ചുമന്നുകൊണ്ട് വന്ന് കാറിനകത്ത് കയറ്റി വെച്ചു. പേപ്പറൊക്കെ ഇട്ട് ഒതുക്കിയാണ് വെക്കുന്നത്. കാരണം അതിനകത്ത് കറ പറ്റിപ്പോയ സീറ്റിനകത്തൊക്കെ കറ പറ്റിയ പിന്നെ അത് ഭയങ്കര പാടായിരിക്കും. പിന്നെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും പറക്കി അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ വീഡിയോ പിടിക്കുകയാണ് കേട്ടോ. ചക്ക കാണുമ്പോഴേ നമുക്ക് സന്തോഷം തോന്നും. ഇനിയിപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ചക്ക നിർത്തിയിട്ട് യാതൊരു ഗുണവുമില്ല. ചക്കയ്ക്കകത്തെല്ലാം വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും കറി വയ്ക്കാനും കൊള്ളത്തില്ല, പിന്നെ വറക്കാനും കൊള്ളത്തില്ല. അപ്പോൾ ചക്കയുടെ ചിപ്സൊക്കെ കേശുവിനും കണ്ണനുമൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ കണ്ണൻ വരുമ്പോൾ അവനും കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചക്കയെല്ലാം കൂടി കൊണ്ടുവന്നത്. ഇത് പക്ഷേ പകുതി മുക്കാലും അയൽക്കാർക്കാണ് കൊടുത്തത്. ഞങ്ങൾക്ക് ആകെ ഒരെണ്ണമാണ് കിട്ടിയത്. അമ്മ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോയ സമയത്ത് അമ്മ എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി. അവരും കഴിക്കട്ടെ, നമ്മുടെ കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗം എല്ലാവർക്കും കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അവരും അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അമ്മ എല്ലാവർക്കും നമുക്ക് കൊടുത്തു. പിന്നെ സുനിത ചേച്ചിക്കും കൊടുത്തു. സുനിത ചേച്ചി വന്നായിരുന്നു, ആ കൊച്ചിന് കുറച്ച് കൊടുത്തു. സുനിത ചേച്ചിയുടെ കൂട്ടുകാരി സിന്ധു ചേച്ചി വന്ന്, സിന്ധു ചേച്ചിക്കും കുറച്ച് കൊടുത്തു. ചക്ക അങ്ങനെ ആർക്കും ഇവിടെ കിട്ടാനൊക്കെ വലിയ പാടാണ്. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് ഒരെണ്ണം വലിയ മൂക്കാത്ത ചക്കയായിരുന്നു, അതായത് വിളയാത്ത ചക്കയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ പിന്നെ അത് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വറക്കാൻ വെച്ചു. അമ്മ വറക്കുകയാണ്. അമ്മയും ഞാനും കൂടിയാണ് ചക്ക വറക്കുന്നത്, ചക്ക ചിപ്സ് ഉണ്ടാക്കുക. അപ്പോൾ അമ്മ അത് അരിഞ്ഞിട്ട് അതിനകത്ത് ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് ചക്ക വാരിയിട്ട് നല്ലതുപോലെ ഇളക്കി കുഴയാത്ത വിധത്തിൽ ഇത് ഇളക്കി കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ഞാനും കൂടി ഇളക്കി. എന്തായാലും നല്ല ക്ഷമ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ. ഈ ചക്ക തന്നെ വെട്ടിയെടുത്ത് അത് നുള്ളിപ്പറക്കി എടുത്ത് അരിഞ്ഞൊക്കെ വരാൻ നല്ല സമയവും വേണം, ക്ഷമയും വേണം, എങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് വീഡിയോ പിടിക്കുന്നുണ്ട്. പിന്നെ എനിക്കല്ലാതെ കിച്ചണിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, ഞാനത് ചെയ്യുന്നുണ്ട്. അരിയൊക്കെ ആട്ടണമായിരുന്നു നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ അമ്മ ചക്ക താണ്ട വറുത്ത് കോരുകയാണ്. അപ്പോൾ ഈ വർഷത്തെ 2026 ചക്ക ചിപ്സും ഞങ്ങൾ
ഇപ്പോഴും ഉണ്ടാക്കി. 2026 ചക്ക ചിപ്സ് ഞങ്ങൾ ഈ വർഷം 2025 ചക്ക ചിപ്സ് ഉണ്ടാക്കിയായിരുന്നു. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ പറമ്പിലുമൊക്കെ ഇതുപോലെ ചക്ക നിൽപ്പുണ്ടായിരിക്കും. അത് മഴയ്ക്ക് മുമ്പ് വെള്ളം കയറാതെ അത് അടർത്തിയിട്ടിട്ട് ഇതുപോലെ ചക്ക ചിപ്സ് ഉണ്ടാക്കി വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തായാലും നമുക്കായാലും വൈകുന്നേരത്തൊക്കെ ചായയുടെ കൂടെ നമുക്കൊരു സ്നാക്സായിട്ട് എടുത്തുകൂടെ? അപ്പം നിങ്ങളും ഇതുപോലെ ചക്ക ഉണ്ടെങ്കിൽ അത് വെട്ടിയെടുത്ത് ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കി നോക്കൂ. ടാറ്റാ, ബൈ ബൈ, ഓക്കേ.